യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് മഹത്വം. യേശുവേ അങ്ങയുടെ തിരുരക്തമൊഴുക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മേലുള്ള എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയിൽ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ വിട്ടൊഴിയട്ടെ. കർത്താവിൻ്റെ ആത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ, കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽക്കീഴിലാക്കി തകർത്തുകളയും. ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. പിശാചിനെയും അവൻ്റെ ആധിപത്യങ്ങളെയും അവൻ്റെ കോട്ടകളെയും തകർക്കാൻ വേണ്ടിയാ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നത്. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടിയാ യേശു സഹിച്ചതും കുരിശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും. നമ്മൾ തിരിച്ചറിയണം, പിശാച് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ, പിശാചിൻ്റെ പ്രവൃത്തികളെ നമ്മൾ തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഏറെ കേൾക്കുന്നുണ്ട്. സാത്താൻ ആരാധന, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭീകരമായ കൊലപാതകങ്ങൾ, വലിയ തിന്മകൾ നടക്കുന്നു. നമ്മൾ ഏറെക്കാലങ്ങളായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ സാത്താൻ ആരാധനയ്ക്കുള്ള ദേവാലയങ്ങൾ പോലും ഉള്ളതായിട്ട് നമുക്കറിയാം. ലോകത്തിലാകമാനം തിന്മ വർദ്ധിക്കുകയാണ്. പിശാചിനെ ആരാധിക്കുന്നവർ ഇന്ന് ധാരാളം പേരുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്, മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഈ തിന്മയുടെ ശക്തികളെ ആരാധിക്കുന്നത്?
ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും ഈ ലോകത്തിൻ്റെ അധമ വികാരങ്ങളും കാമവികാരങ്ങളും അശുദ്ധിയിലും ആസക്തിയിലും മുഴുകി ജീവിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് ജഡമോഹങ്ങളിലും ആസക്തികളിലും മനുഷ്യന് കേൾക്കുവാനോ പറയുവാനോ കൊള്ളാത്ത അശുദ്ധിയിലും അധമവികാരങ്ങളിലും ജീവിക്കുന്ന അനേക മനുഷ്യർ പിശാചിൻ്റെ ആരാധനയിലൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുവാൻ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ, വ്യഭിചാരത്തിലും ലൈംഗിക വൈകൃതങ്ങളിലും മുഴുകി ജീവിക്കുന്ന വ്യക്തികൾ, കൊലപാതകങ്ങൾ ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്ത മനുഷ്യർ, സ്വന്തം രക്തത്തിൽപ്പെട്ടവരെ പോലും കൊല്ലുവാൻ മടിയില്ലാത്തവർ, ഇന്ന് അനേകരിൽ പിശാച് ശക്തമായ സ്വാധീനം ചെലുത്തുകയാണ്. ഇതിനെ അതിജീവിക്കുവാൻ നമ്മൾ യേശുവിനെ വിളിക്കുക. യേശുവിനെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഏത് പൈശാചിക ബന്ധനങ്ങളും തകരും. എല്ലാ പൈശാചിക ആധിപത്യങ്ങളെയും യേശു ക്രിസ്തു തൻ്റെ കാൽക്കീഴിലാക്കി കളഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും യേശുവിന് ഉണ്ട്. ആ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സാത്താന്യ ശക്തികളും തകർക്കപ്പെടുകയാണ്. ആ യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ പിശാച് മുട്ടുമടക്കുകയാണ്. യേശുനാമത്തിൻ്റെ മുൻപിൽ, യേശുനാമത്തിൻ്റെ ശക്തിയിൽ എല്ലാ പൈശാചിക ശക്തികളും മുട്ടുമടക്കും. കാരണം അവൻ പിശാചിനെ കീഴ്പ്പെടുത്തിയവനാ, പിശാചിൻ്റെ കോട്ടകളെ അവൻ തകർത്തവനാ. 1 തെസ്സലോനിയ 2-ാം അധ്യായത്തിൽ 18-ാമത്തെ വചനം, അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. പൗലോസ് പറയുക, നിങ്ങളെ കാണുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു, പക്ഷേ എൻ്റെ യാത്രയെ സാത്താൻ തടസ്സപ്പെടുത്തിയെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തകർച്ചകൾ, പരാജയങ്ങൾ, കഠിനമായ രോഗങ്ങൾ, ഉത്തരം കിട്ടാത്ത ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പൈശാചിക സ്വാധീനമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജനമേ, പിശാചിനെയോ അവൻ്റെ ശക്തികളെയോ നിനക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. നീ യേശുവേ എന്ന് വിളിക്കുമ്പോൾ സാത്താന്റെ കോട്ടകൾ തകരുകയാ. നീ യേശുവേ എന്ന് വിളിക്കുമ്പോൾ പിശാചിന്റെ ചെങ്ങലകൾ പൊട്ടുകയാ. ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കലും പിശാചിന് കീഴ്പ്പെടുത്താനായിട്ടാവില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഏതാനും വർഷം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ്റെ രോഗം എപ്പിലെപ്സി, അപസ്മാര രോഗിയായിരുന്നു. ആ മകന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ആ മകനെ പീഡിപ്പിക്കുന്ന അപസ്മാര രോഗത്തിൻ്റെ ദുരാത്മാവ് വിട്ടഴിയുവാൻ. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയിൽ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു അനുഭവം ഉണ്ടാവുകയാണ്. അവൻ പറയുന്നു, എൻ്റെ ശരീരത്തു നിന്ന് എന്തോ ഇറങ്ങിപ്പോയി, എൻ്റെ നെഞ്ചിൻ്റെ ഭാരം എന്തോ വിട്ടുമാറി, എൻ്റെ തലയിൽ നിന്ന് എന്തോ വലിച്ചു പറിച്ചെടുക്കുന്ന പോലെ ഒരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അവൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. ഈ അടുത്ത നാളിൽ വന്നപ്പോൾ എന്നെ കാണുവാൻ വന്നു. ഇപ്പോൾ ഒരു 15 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ആ മകന് പിന്നീട് ഒരിക്കലും അപസ്മാര രോഗമുണ്ടായിട്ടില്ല. നോക്കുക,
ചില രോഗങ്ങളുടെ പിന്നിൽ പോലും തിന്മയുടെ ശക്തമായ സ്വാധീനമുണ്ട്. സങ്കീർത്തനം 18:3-6 വരെയുള്ള വചനങ്ങൾ. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. നമുക്ക് തകർച്ച വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ അലയുമ്പോൾ, നമ്മൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക. അവിടുന്ന് തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. ഒരു മനുഷ്യനും നമ്മുടെ ശത്രുവല്ല. നമുക്കൊരേ ഒരു ശത്രുവേ ഉള്ളൂ. സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന ആ പുരാതന സർപ്പം, ഹവ്വായെ പറ്റിച്ച ആ തിന്മയുടെ ശക്തി, ആ തിന്മയുടെ ദുരാത്മാവ് മാത്രമാ നമ്മുടെ ശത്രു. ഒരു മനുഷ്യനും നമ്മുടെ ശത്രുവല്ല. മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. മരണപാശം എന്നെ ചുറ്റി, വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. മരണപാശം എന്നെ ചുറ്റി, മരണത്തിൻ്റെ കയർ എന്നെ ചുറ്റി. മരണത്തിൻ്റെ കയറ് കർത്താവായ യേശുനാമത്തിൽ പൊട്ടും. മരണത്തിൻ്റെ പിടിയിലായിരിക്കുന്ന മനുഷ്യരെ പോലും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ പേരാ രക്ഷയിലേക്ക്, ജീവനിലേക്ക് വന്നിരിക്കുന്നത്. മരണപാശങ്ങളെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ നമുക്ക് തകർക്കുവാൻ സാധിക്കും. വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. വിനാശങ്ങൾ ബിസിനസ്സിൽ, ജോലിയിൽ, കൃഷിഭൂമിയിൽ, എവിടെ ചെന്നാൽ അവിടെല്ലാം വിനാശങ്ങളും തകർച്ചകളും കടന്നു വരിക. അവയിൽ നിന്ന് യേശുവിന് നിന്നെ വിടുവിക്കാൻ സാധിക്കും. പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി. പാതാളത്തിൻ്റെ പാശം എന്നെ വരിഞ്ഞു മുറുക്കി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചെങ്ങലയുമുണ്ട്. ദൈവദൂതൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചെങ്ങലയുമുണ്ട്. അവൻ ഉഗ്ര സർപ്പത്തെ, സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്രവെച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനത്തെ വഴിതെറ്റിച്ച ആ പുരാതന സർപ്പത്തെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. ആ തിന്മയുടെ ദുഷ്ടാത്മാവിനെ ബന്ധിച്ചു. 1000 വർഷം പാതാളത്തിൻ്റെ ഉള്ളിൽ അടച്ചു. ഹല്ലേലൂയ. പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് ദൈവത്തിൻ്റെ ദൂതൻ മുദ്രവെച്ചു. ആ പുരാതന സർപ്പത്തെ ദൈവത്തിൻ്റെ ദൂതൻ ബന്ധിച്ചു. ഹല്ലേലൂയ. ദൈവ ദൂതന്മാരെ നമ്മൾ സഹായത്തിന് വിളിക്കണം. വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ മാലാഖമാർ. അവരുടെ വലിയ സംരക്ഷണത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് നമുക്ക് ഒത്തിരി അനുഗ്രഹമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആ പ്രാർത്ഥന ചൊല്ലിക്കണം, അവരെ പഠിപ്പിക്കണം. വിശുദ്ധ മിഖായേൽ ദൈവജനത്തിൻ്റെ അധികാരിയ, ദൈവജനത്തെ സംരക്ഷിക്കുന്ന വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന നമ്മളെ തിന്മയിൽ നിന്ന് എപ്പോഴും സംരക്ഷിക്കും. വിശുദ്ധ മിഖായേൽ നമുക്ക് സംരക്ഷകനായിട്ട് ഉണ്ടാവും. പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി. മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേൽ ഇതാ വീഴുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. നോക്കുക, മരണത്തിൻ്റെ പാശം എന്നെ വരിഞ്ഞു മുറുക്കി. മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേൽ വീണു. പക്ഷേ ഞാൻ യേശുവിൻ്റെ നാമത്തെ വിളിച്ചു. എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു.
മരണത്തിൻ്റെ പാശങ്ങൾ, മരണത്തിൻ്റെ ചങ്ങലകൾ പൊട്ടി, പാതാള പാശങ്ങൾ തകർക്കപ്പെട്ടു, തിന്മയുടെ ആധിപത്യങ്ങൾ തകർന്നു. ലൂക്കാ 10:18 സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ മക്കളെ, പിശാചിനെയോ അവൻ്റെ പ്രവർത്തനങ്ങളെയോ നീ ഭയപ്പെടേണ്ട. യേശുനാമത്തെ വിളിക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ നീ വാ തുറന്ന് കൽപ്പിച്ചാൽ മതി, പൈശാചിക ശക്തികൾ വിട്ടകലും. യേശുവിൻ്റെ തിരുരക്തത്തെ വിളിച്ചാൽ മതി, നിനക്കെപ്പോഴും ആ രക്തത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ അമ്മയുടെ സംരക്ഷണം നിനക്കുണ്ടാവും. പിശാചിനെയോ അവൻ്റെ പ്രവർത്തനത്തെയോ ദൈവത്തിൻ്റെ ജനം ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിശാചിനെ നിന്റെ കാൽ കീഴിൽ കർത്താവ് ചവിട്ടിമെതിച്ചിരിക്കുക. നീ പിശാചിനെ ചവിട്ടിമെതിക്കണം. എൻ്റെ നാമത്തിൽ അവർ പിശാചുക്കളെ പുറത്താക്കും. മർക്കോസ് 16:17. എൻ്റെ നാമത്തിൽ അവർ പിശാചുക്കളെ പുറത്താക്കും. സങ്കീർത്തനം 18:6. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു, അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. നിനക്ക് പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ നീ വിളിക്കുക, യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. ആ നാമത്തിൻ്റെ ശക്തിയിൽ സകല സാത്താൻ്റെ കോട്ടകളും തകർന്നിടിയും. യേശുനാമത്തിൻ്റെ ശക്തിയിൽ പൈശാചിക ബന്ധങ്ങൾ തകർക്കപ്പെടുകയാണ്. നിന്റെ മേല്, നിന്റെ ഭവനത്തിൻ്റെ മേല്, നിന്റെ മക്കളുടെ മേല്, കുടുംബത്തിൻ്റെ മേല്, നിന്റെ ബിസിനസ്സിൻ്റെ മേല് സാത്താനിട്ട ചങ്ങലകൾ ഇതാ തകർക്കപ്പെടാൻ പോകുക. മന്ത്രവാദത്തിൻ്റെയോ ആഭിചാരത്തിൻ്റെയോ കൂടോത്രത്തിൻ്റെയോ ബന്ധനങ്ങൾ നിന്റെ മേലുണ്ടെങ്കിൽ യേശു ഇപ്പോൾ അത് തകർക്കാൻ പോകുക. എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുനാമത്തെ വിളിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരനാമത്തിൽ സഭയോട് ചേർന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന് യോഗ്യത പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും അടങ്ങുന്ന യേശുനാമത്തിൽ ദൈവജനത്തിന് മേൽ പിശാചിട്ട ചങ്ങലകൾ തകരട്ടെ. In the name of Jesus, all satanic bondages loosen in the name of Jesus. Hallelujah. എല്ലാ തിന്മയുടെ ചങ്ങലകളും പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും വിട്ടകലട്ടെ. സാത്താന്റെ ചങ്ങലകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. ദൈവത്തിന്റെ ജനം ഇപ്പോൾ സ്വതന്ത്രമാവട്ടെ. അനുഗ്രഹത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കർത്താവിന്റെ മക്കൾ കടന്നു വരട്ടെ. ജീസസ് ക്രൈസ്റ്റ് will set you free. All chains break in the name of Jesus. Hallelujah. സാത്താനിട്ട ചങ്ങലകളെ തകർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ പൈശാചിക ആധിപത്യങ്ങളും തകരട്ടെ. ദുഷ്ട പിശാചിനെ യേശുവിന്റെ കുരിശിലേക്ക് ആട്ടിപ്പായിക്കുന്നു, ബന്ധിക്കുന്നു. നിർവീര്യമാവട്ടെ. ദൈവത്തിന്റെ ജനം യേശുനാമത്തിൽ സ്വതന്ത്രമാവട്ടെ. In the name of Jesus, in the name of Jesus, hallelujah, be delivered in the name of Jesus. Hallelujah, hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. എൻ്റെ പേര് ബിയോ എന്നാണ്, തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂരിൽ നിന്നാണ് ഇവർ ഇപ്പോൾ വന്നിരിക്കുന്നത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട്. ഏത് മാസമാണ് ധ്യാനം കൂടിയത്? ജൂലൈ മാസത്തിലാണ്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തത്. അന്ന് ഈ ധ്യാനത്തിലേക്ക് ഇവർ വന്നത് വലിയ സങ്കടത്തോടും ഹൃദയവ്യതയോടും കൂടിയാണ്. കാരണം ഈ കുഞ്ഞ് നടക്കത്തില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. കർത്താവിൻ്റെ ഒരു അത്ഭുതമായ ഒരു സ്പർശനമുണ്ടായി. ഈ കുഞ്ഞ് നടക്കുവാൻ തുടങ്ങി. മകളുടെ പേര് റോസ്വിൻ എന്നാണ്. അവർക്ക് ജന്മന ഒരു ഡിലേ ഉണ്ടായിരുന്നു. നടുവിനും കാലിനും ബലം വരുന്നല്ലേ? ബലക്കുറവായിരുന്നു. കാലിനും ബലക്കുറവുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ആദ്യം ഇരിക്കില്ലായിരുന്നു.
ഇരിക്കില്ലായിരുന്നു. പിന്നെ ഒരുവിധം ഫിസിയോതെറാപ്പി കൊടുത്ത് ഇപ്പോൾ ചെറുതായിട്ട് ഇരുന്ന് തുടങ്ങി. പക്ഷേ 3 വയസ്സായിട്ടും ഒരു രക്ഷയില്ല. ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയി കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പി. ഏത് ഹോസ്പിറ്റലായിരുന്നു? അമൃത ഹോസ്പിറ്റലിൽ പോയി, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി, പല ഡോക്ടർമാരെ കാണിച്ചു. കണ്ടു. ഇപ്പം ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ചെയ്യാൻ പറ്റുന്നത് വൈദ്യശാസ്ത്രത്തിന് ചികിത്സ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ കർത്താവിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കർത്താവ് എത്ര വലിയവനല്ലേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് യേശുവിന് ഒത്തിരി സ്നേഹമാണ്. അപ്പോൾ ഈ കുഞ്ഞിനോട് കർത്താവ് കാണിച്ച കരുണയും സ്നേഹവും. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഫിസിയോതെറാപ്പി ചെയ്യും, പിന്നെ സ്പീച്ച് തെറാപ്പി ചെയ്യും. പക്ഷേ എത്ര പ്രാവശ്യം കൊണ്ടുപോയാലും നമുക്കറിയാം, ഒരു 10 മിനിറ്റ് അവർ ഫിസിയോതെറാപ്പി ചെയ്യും, അടുത്ത ആഴ്ച വാ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അവസാനം ഞങ്ങൾ കർത്താവിനെ ആശ്രയിക്കാനായിട്ട് തീരുമാനിച്ചു. ഞങ്ങളുടെ അവിടെ ഒരു ബ്രദർ പറഞ്ഞു, ഇങ്ങനെ ഒരു ബ്രദറുടെ ധ്യാനമുണ്ട്, അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. ഞാനും വൈഫും കൂടി വന്ന് അങ്ങനെയാണ് ഇവിടെ ധ്യാനത്തിനായിട്ട് ഇവർ കുഞ്ഞിനെയായിട്ട് വന്നത്. ഈ ഒരു കുട്ടിയേ ഉള്ളൂ, ഒരു കുഞ്ഞേ ഉള്ളൂ. കുഞ്ഞിൻ്റെ പേരെന്താ? റോസ്വിൻ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. പറഞ്ഞോളൂ. അപ്പോൾ ഞങ്ങൾ ബ്രദറുടെ അടുത്ത് കൊണ്ടുവന്നു. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കുട്ടി നടക്കും, ധൈര്യമായിരുന്നോളൂ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് അന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ കുഞ്ഞിന് വേണ്ടി തന്ന മെസ്സേജ് ഇതാണ്: കുഞ്ഞ് നടക്കും, ധൈര്യമായിട്ടിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഒരു വലിയ തീഷ്ണതയോടെ 5 ദിവസത്തിൽ ധ്യാനത്തിൽ പങ്കെടുത്തല്ലേ? ശരിക്കും കരഞ്ഞു പ്രാർത്ഥിച്ചോ? ശരിക്കും കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിന് വലിയൊരു അർത്ഥമുണ്ട്. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം അലിയും. കാരണം നമ്മൾ കണ്ണുനീരോടെ ഹൃദയം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയാണ് ദൈവസന്നിധിയിൽ. കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകുന്നവനാണ്. കണ്ണുനീരോടെ ആര് വിളിച്ചപേക്ഷിച്ചാലും കർത്താവ് ഉത്തരം നൽകും. ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിന് വേണ്ടി കണ്ണുനീരോടെ ഹൃദയം പൊട്ടി കരഞ്ഞ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ നടത്താതെ ഞാൻ അവിടെ നിന്ന് പോകില്ല. ഞാൻ എന്നിട്ട് ആ പിൻവശത്ത് കുട്ടീനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിശ്വാസത്തോടുകൂടി ഞാൻ അവളെ നടക്കാൻ പറഞ്ഞു. അവള് പതുക്കെ നടന്നു തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ വെച്ച് തന്നെ കുഞ്ഞ് പതുക്കെ നടന്നു തുടങ്ങി. ഈ മകൻ്റെ ഹൃദയത്തിലെ തീരുമാനം യേശുവിനോട് പറഞ്ഞു, യേശുവേ, എൻ്റെ കുഞ്ഞ് നടക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ഇതാണ് വിശ്വാസം. ഈ വിശ്വാസം നമുക്കുണ്ടാവേണ്ടത്. കർത്താവിനോട് ചോദിച്ചു ബലമായിട്ട് മേടിക്കണം. കർത്താവ്, ഇത് തരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. ചോദിക്കാമോ? ചോദിച്ചാൽ കർത്താവ് തരുന്നവനാ. മുട്ടുക, തുറക്കപ്പെടും. അന്വേഷിക്കുക, കണ്ടെത്തും. മുട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: പ്രാർത്ഥിക്കുക, മുട്ടുക, പ്രാർത്ഥിക്കുക, മുട്ടിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾക്ക് സ്വർഗം തുറന്ന് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു. ആ യേശു ഈ സഹോദരനെയും കണ്ണുനീരിന് ഉത്തരം നൽകുകയാണ്. ഇവിടെ വെച്ച് തന്നെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും അപ്പുറം നടക്കാൻ പറഞ്ഞു. ഒരു 15 ദിവസത്തിനുള്ളിൽ ആള് ധൈര്യമായിട്ട് നടന്നു. ഹല്ലേലൂയ. കരമടിച്ചു നന്ദി പറഞ്ഞേ കർത്താവിന്. ഹല്ലേലൂയ. കുഞ്ഞിനെ നിർത്തിക്കേ. നടന്നേ മോളെ. അവള് ഇവിടെ വന്നിട്ട് സ്തുതിയൊക്കെ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്തുതി. യേശുവേ നന്ദി എന്ന് പറയാമോ? നന്ദി. കർത്താവിന് നന്ദി. അതായത് നമുക്കെല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കും. കുഞ്ഞിന് അറിയാതെ മൂത്രം പോകുന്ന പ്രയാസമുണ്ട്, സംസാരം ഇച്ചിരി ഒരു തടസ്സമുണ്ട്. നമുക്കെല്ലാവർക്കും ഒന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കരമെത്തി പിടിച്ച്, കർത്താവേ, കുഞ്ഞിനെ ഒന്ന് സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ സംസാരം പൂർണ്ണമായിട്ട് ആയിത്തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ടും സംസാര ശക്തി ലഭിക്കട്ടെ. കർത്താവേ, ഈ കുഞ്ഞിൻ്റെ യൂറിൻ കൺട്രോളാകാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഈ കുഞ്ഞ് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യമായി തീരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഉണ്ടോ? ജന്മന നടക്കാൻ പാടില്ലാത്ത ഈ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. കുഞ്ഞിനെ അങ്ങോട്ട് തിരിച്ച് കാണിക്കാമോ? എല്ലാവരും ഒന്ന് കാണട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഈ ധ്യാനത്തിലും
വയ്യാത്ത കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് മാതാപിതാക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒന്ന് കരമെത്തി പിടിക്കാമോ? സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഇവിടെയുള്ള രോഗികളായ കുഞ്ഞുങ്ങളെ, കഴുത്തിന് ബലമില്ലാത്ത കുഞ്ഞുങ്ങളെ, തളർന്ന കുഞ്ഞുങ്ങളെ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ, നട്ടല് വളഞ്ഞ കുഞ്ഞുങ്ങളെ യേശുവേ അങ്ങ് സൗഖ്യമാക്കണമേ. മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങളെ ഇപ്പോൾ തൊടണമേ. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെയും സൗഖ്യമാക്കണമേ യേശുവേ. അങ്ങയുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. നടുവ് തളർന്ന കുഞ്ഞുങ്ങളുടെ നടുവ് ബലം പ്രാപിക്കട്ടെ. തളർന്ന കാലുകൾ ബലം പ്രാപിക്കട്ടെ. നടക്കാത്ത കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നടക്കാത്ത കുഞ്ഞുങ്ങൾ നടക്കട്ടെ. നാട്ടല് ശക്തി പ്രാപിക്കട്ടെ. തലച്ചോറ് ശക്തി പ്രാപിക്കട്ടെ. വൈകല്യങ്ങൾ വിട്ടുമാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ സൗഖ്യമാവട്ടെ. കുഞ്ഞുങ്ങൾ സൗഖ്യമാവട്ടെ. കർത്താവേ അങ്ങ് തൊടണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു